السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന സഹപാഠികളെ, ലൈംഗിക ന്യൂനപക്ഷം ഇസ്ലാമിക സമീപനം എന്ന വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കുന്നത്. മൈ ബോഡി മൈ ചോയ്സ് എന്ന ആശയ തലങ്ങളിൽ നിന്നാണ് ലിംഗ വകഭേദങ്ങളുടെ പുതിയ ചർച്ചകൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന മൂന്നാം ലിംഗം എന്ന് പറഞ്ഞ് പുതിയൊരു ജെൻഡർ സമൂഹത്തിലേക്ക് കടന്നു വരികയും പിന്നീട് അത് പുതിയ വകഭേദങ്ങൾ മാറി മാറി വന്ന് ഏറ്റവും അവസാനം LGBT എന്ന് പറയുന്ന അഥവാ ബൈനറി സമൂഹമല്ല, ലിംഗം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഇടത്തേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. അഥവാ ബൈനറി സമൂഹത്തിനെതിരെ ലിംഗ ന്യൂനപക്ഷവാദം ആരോപിച്ച് പുതിയൊരു സമൂഹം കടന്നു വന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ ലൈംഗിക ന്യൂനപക്ഷ പദവി ആരോപിക്കുന്നവരോടുള്ള ഇസ്ലാമിക സമീപനം വളരെ വ്യക്തമാണ്. പക്ഷേ ഇസ്ലാമിക സമീപനം വ്യക്തമാക്കും മുൻപ് എന്താണ് ഇത്തരത്തിൽ LGBT എന്ന് പറയുന്ന പുതിയ ലൈംഗിക ന്യൂനപക്ഷം ആരോപിക്കുന്നവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. LGBTQA+ അഥവാ ലെസ്ബിയൻ, പെണ്ണിന് പെണ്ണിനോട് തന്നെ ലൈംഗികാകർഷണം തോന്നുന്നു. ഗേ, ആണിന് ആണിനോട് തന്നെ. ബൈസെക്ഷൽ, ആണിനോടും പെണ്ണിനോടും ലൈംഗികാകർഷണം തോന്നുന്നു. ട്രാൻസ്ജെൻഡർ, ജെൻഡർ ഐഡന്റിറ്റിയുമായുള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ ക്യൂർ, മാതൃഭോഗം മുതൽ ശിശുഭോഗം വരെ നീണ്ടു നിൽക്കുന്ന ലിംഗത്വ ബോധം. ഇങ്ങനെ വ്യത്യസ്ത പ്രശ്നങ്ങളാണ് ഈ ലിംഗ ന്യൂനപക്ഷ പദവി ആരോപിക്കുന്നവരുടെ പ്രശ്നങ്ങൾ. എന്താണ് ഇവർക്കുള്ള ഇസ്ലാമിക പരിഹാരം? പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു മഴവിലിനു കീഴിൽ ഏഴു നിറങ്ങൾക്ക് കീഴിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പ്രശ്നമാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ മുൻപിലേക്ക് ഇട്ടുതരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നിനും ഓരോ പ്രശ്നങ്ങളെ നിർദ്ദേശിക്കാൻ സാധ്യമാവുകയുള്ളൂ. കാരണം വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് വ്യത്യസ്ത പരിഹാരങ്ങൾ മാത്രമാണുള്ളത്. ഇസ്ലാമും അങ്ങനെയൊരു നിലപാടാണ് സമീപിക്കുന്നത്. ആദ്യത്തെ 3 പ്രശ്നങ്ങളെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ അതെന്താണ്? ഹോമോസെക്ഷൽ ഓറിയന്റേഷനുകളാണ്. അഥവാ സ്വന്തം ലിംഗത്തോട് അല്ലെങ്കിൽ ഇരു ലിംഗത്തോടും വികാരം തോന്നുന്ന, ആകർഷണം തോന്നുന്ന അവസ്ഥ. ഇസ്ലാം ഇത് ഹറാമാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അതാണ് പ്രവാചകാധ്യാപനം. എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചത്. അഥവാ സ്വവർഗ ലൈംഗികത ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. മാത്രമല്ല, എന്താണ് ഇതിന്റെ പ്രശ്നം? സെക്ഷൽ ഓറിയന്റേഷനുകളാണ്. പക്ഷെ ഒരു വ്യക്തിയിൽ ഓറിയന്റേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് അയാൾ കുറ്റക്കാരനാകുന്നില്ല. ഇസ്ലാമിൽ പലരും വിമർശിക്കുന്നത് അങ്ങനെ ഒരാളിൽ ഇത്തരം ഓറിയന്റേഷൻ രൂപപ്പെട്ടു വന്നാൽ അയാൾ കുറ്റക്കാരനാകുമോ എന്നാണ്. ഒരിക്കലുമില്ല. ആ ലൈംഗിക വീഴ്ചയിലേക്ക് അയാൾ വഴിപ്പെടുമ്പോൾ മാത്രമാണ് അയാൾ കുറ്റക്കാരനായി മാറുന്നത്. എന്താണ് ഇതിനുള്ള പരിഹാരം? ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനോട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മറുപടി. ഇനി നാം മറ്റൊന്നിലേക്ക് കടന്നാൽ ഇനി നാം ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് അവരുടെ പ്രശ്നം? LGBT ആക്ടിവിസം മുന്നോട്ട് വെക്കുന്നത് സെക്സ് റീ അസൈൻമെന്റ് സർജറികളാണ് അവരോട് നിർദ്ദേശിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ ഏത് ലിംഗത്തിലേക്കാണോ അതിലേക്ക് നിങ്ങളുടെ ലിംഗങ്ങൾ കീറിമുറിച്ച് അതിലേക്ക് നിങ്ങൾ പരിവർത്തിക്കൂ എന്നാണ് LGBT ആക്ടിവിസം അവരോട് പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ നിങ്ങളുടെ മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലിംഗങ്ങളെ കീറിമുറിക്കരുത് എന്ന ശക്തമായ ശാസന ഇസ്ലാമിലുണ്ട്. പുരുഷന്മാരിൽ ചില സമയങ്ങളിൽ ഫെമിനിറ്റി കൂടുതലായും കുറച്ചായും കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ ഒരു വ്യക്തിയിൽ കൂടുതൽ ഫെമിനിറ്റി കണ്ടുവന്നുകൊണ്ട് അയാളുടെ ശബ്ദത്തിലോ അതുപോലെ തന്നെ അയാളുടെ നടത്തത്തിലോ സംസാരത്തിലോ ഉള്ള മാറ്റങ്ങൾ കാരണം നിങ്ങൾ ഒരാളെ മറ്റൊരു ജെൻഡറായി ഐഡന്റിഫൈ ചെയ്ത് അയാളെ മറ്റൊരു ജെൻഡറായി മാറ്റി നിർത്തരുത് എന്ന ശക്തമായ ഇസ്ലാമിക ശാസന നമുക്ക് മുൻപിലുണ്ട്. അവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്താനും അവരെ നമ്മുടെ 2 ലിംഗങ്ങളിലേക്ക് ചേർത്ത് നിർത്തി ആൺ പെണ്ണ് എന്നതിലേക്ക് ചേർത്ത് നിർത്താനാണ് ഇസ്ലാം പറയുന്നത്. ഇനി ക്യൂർ നാം പരിശോധിക്കുമ്പോൾ ശിശുഭോഗം മുതൽ
മാതൃഭോഗം വരെ അനുവദനീയമാക്കാൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ ലിംഗത്വ ഭേദമാണ് ക്യൂർ മുന്നോട്ട് വെക്കുന്നത്. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചുകൊണ്ട് സ്വന്തം മാതാവിനെയും സ്വന്തം കുട്ടിയെയും വരെ ഭോഗത്തിന് അനുവദിക്കണമെന്ന ഏറ്റവും പുതിയ നിലപാടാണ് ഇത്തരക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. Q+ എന്ന് പറഞ്ഞ് അവസാനം പ്ലസ്, ഇനിയും ലിംഗവകഭേദങ്ങൾ സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടാനുള്ള പുതിയ സാധ്യതകളാണ് ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടത്തിവിടുന്നത്. ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാണ്. ഇത്തരം പ്രശ്നങ്ങളെ ഒരൊറ്റ ചോദ്യചിഹ്നമായി ഇസ്ലാമിലേക്ക് മുന്നിലേക്ക് തള്ളിവിടുമ്പോൾ അതിന് നമുക്കൊരിക്കലും ഒറ്റ പരിഹാരം സാധ്യമല്ല. വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് വ്യത്യസ്ത പരിഹാരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.